കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുദായ സംഗമവും വാർഷികാചരണത്തിനും തുടക്കമായി. തൃശ്ശൂരിൽ നിന്ന് പതാകയും കുറവിലങ്ങാട്ട് നിന്ന് നീതികരിക്കൽ മാണിക്കത്തനാരുടെ ഛായാചിത്രവും രാമപുരത്തെ പാറയമാക്കൽ ഗോവർണദോറുടെ കബറിടത്തിൽ നിന്ന് ദീപശിഖയും വഹിച്ചുള്ള പ്രയാണങ്ങൾ ഇന്ന് വൈകുന്നേരം 5-ന് അരുവിത്തുറയിൽ എത്തിച്ചേരും. തുടർന്ന് പതാക ഉയർത്തൽ, ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി എന്നിവ നടക്കും. മെയ് 12-ന് രാവിലെ 10-ന് ആഗോള പ്രതിനിധി സമ്മേളനം. ഉച്ചകഴിഞ്ഞ് 2:30-ന് സെൻറ്റ് ജോർജ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും മഹാറാലി ആരംഭിക്കും. അരുവിത്തുറ ദേവാലയാങ്കണത്തിൽ ചേരുന്ന സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് ബിജു പറയനിലം അധ്യക്ഷത വഹിക്കും. ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ബിഷപ്പുമാരായ മാർ ജോസ് പുളിക്കൽ, മാർ ജോൺ നെല്ലിക്കുന്നേൽ, മാർ തോമസ് തറയിൽ എന്നിവർ സന്ദേശം നൽകും. ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, പാലാ രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാർക്കുന്നേൽ, അരുവിത്തുറ ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ എന്നിവർ പ്രസംഗിക്കും. കത്തോലിക്ക കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ സമുദായ സ്നേഹിയും ക്രാന്തദർശിയും മഹാപണ്ഡിതനുമായ നീതികരിക്കൽ മാണിക്കത്തനാരുടെ സ്വപ്നം പൂവണിയുകയായിരുന്നു. സംഘടനയുടെ ആരംഭകാലം മുതൽ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ അവിസ്മരണീയമാണ്. പൗരത്വ പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം തുടങ്ങി നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഇടപെടലുകളുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. കത്തോലിക്ക കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് സമുദായ ശാക്തീകരണത്തിലൂടെ രാഷ്ട്ര പുരോഗതിയും മതസൗഹാർദ്ദവും സാഹോദര്യവുമാണ്. എല്ലാ മതവിശ്വാസികളും ദൈവമക്കളാണ്. യഥാർത്ഥ ദൈവവിശ്വാസം നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടും ഇത് തന്നെയാണ്. ഈ ചിന്താഗതി ശക്തിപ്പെടുത്താനും സാഹോദര്യം വെളിപ്പെടുത്താനും ഹൃദയ ഐക്യത്തിൽ ജീവിക്കാനുമുള്ള ശക്തമായ ആഹ്വാനമാണ് ഈ മഹാസമ്മേളനവും റാലിയും ലക്ഷ്യം വയ്ക്കുന്നത്.